Determinants, exercise 4.2, 8 to 14 questions. By using properties of determinants in exercise 8 to 14, show that first question, that is 8th question, determinant 1a square, 1b b square, 1c c square equal to a minus b into b minus c into c minus a. ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്ലൂ എന്ന രീതിയിൽ പറയാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഉള്ള ഒരു ഡിറ്റർമിനന്റ് കിട്ടിയാൽ ഈ ഒരു എലമെന്റ്, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഇവിടെ 1 1 ആണ്, ഇത് രണ്ടും 0 ആയി മാറുകയാണെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഇറ്റ്സ് മൈനർ മാത്രമായി മാറും. അതിനുവേണ്ടി ഈ ടൈപ്പിലുള്ള ഡിറ്റർമിനന്റ് കിട്ടിയാൽ അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ക്ലൂ എന്നത് ഈ രണ്ട് എലമെന്റ്സ് 0 ആക്കുക എന്നുള്ളതാണ്. ഈ എലമെന്റ് എങ്ങനെ 0 ആക്കാം? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, ഇവിടെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ആ രണ്ട് ഓപ്പറേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? LHS ഈക്വൽ ടു ഫസ്റ്റ് റോ ചേഞ്ച് ഇല്ല 1a സ്ക്വയർ, സെക്കൻഡ് റോ 0 b മൈനസ് a b സ്ക്വയർ മൈനസ് a സ്ക്വയർ, 0 c മൈനസ് a c സ്ക്വയർ മൈനസ് a സ്ക്വയർ. ഇവിടെ സെക്കൻഡ് റോയിൽ b മൈനസ് a കോമൺ ആണ്, തേർഡ് റോയിൽ c മൈനസ് a കോമൺ ആണ്. രണ്ട് ടേമും ഔട്ട് സൈഡ് എടുക്കുക. റിമൈനിങ് ഡിറ്റർമിനന്റ് ഈസ് 1a സ്ക്വയർ, 0 1 b പ്ലസ് a, 0 1 c പ്ലസ് a. ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ മതിയാവും. ഇറ്റ്സ് ഡിറ്റർമിനന്റ് ഈസ് 1 ഇൻറ്റു ഇറ്റ്സ് മൈനർ, മൈനർ ഈസ് c പ്ലസ് a മൈനസ് b പ്ലസ് a. ഇറ്റ് ഈസ് b മൈനസ് a ഇൻറ്റു c മൈനസ് a ഇൻറ്റു 1 ഇൻറ്റു c പ്ലസ് a മൈനസ് b പ്ലസ് a ഈക്വൽ ടു b മൈനസ് a c മൈനസ് a. ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേം സിംപ്ലിഫൈ ചെയ്താൽ c പ്ലസ് a മൈനസ് b മൈനസ് a, ഇത് c മൈനസ് b. ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക, ഇതിന്റെ ഓർഡറും ചേഞ്ച് ചെയ്യുക. അപ്പോൾ രണ്ട് സൈൻ ചേഞ്ച് വരുമ്പോൾ വീണ്ടും അത് പോസിറ്റീവായിട്ട് മാറും. ഇറ്റ്സ് ഈക്വൽ ടു a മൈനസ് b, b മൈനസ് c, c മൈനസ് a. ബിക്കോസ് b മൈനസ് a ഈക്വൽ ടു മൈനസ് a മൈനസ് b ആൻഡ് c മൈനസ് b ഈക്വൽ ടു മൈനസ് b മൈനസ് c. അപ്പം b മൈനസ് a, c മൈനസ് a, c മൈനസ് b ഈക്വൽ ടു a minus b, b minus c, c minus c. This is equal to RHS. That is first question. Now next, determinant 1a cube, 1b b cube, 1c c cube equal to a minus b into b minus c into c minus a into a plus b plus c. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ എലിമെന്ററി ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. R2 changes to R2 minus R1, R3 changes to R3 minus R1. LHS becomes this one, 1a square, 1 minus 1, 0, b minus a, b cube minus a cube, 0, c minus a, c cube minus a cube. That's equal to b minus a into c minus a into, അതായത് സെക്കൻഡ് റോയിൽ നിന്ന് b മൈനസ് എയും തേർഡ് റോയിൽ നിന്ന് c മൈനസ് എയും കോമൺ ആയിട്ട് എടുക്കുന്നു, into determinant 1a square, 0 1 b square plus ba plus a square, 0 1 c square plus ca plus a square. ഇത് നമ്മൾ അറിയേണ്ട കാര്യം a cube minus b cube equal to a minus b into a square plus ab plus b square ആണ്. അപ്പം b minus a ഇതിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം b square plus ba plus a square ആണ്. അതേപോലെ ഇവിടെയും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ b minus a into c minus a, that is these two terms, ഇത് സിംപ്ലിഫൈ ചെയ്താൽ c സ്ക്വയർ ആണ്, c സ്ക്വയർ പ്ലസ് ca പ്ലസ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ മൈനസ് ഓഫ് b സ്ക്വയർ പ്ലസ് ba പ്ലസ് a സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു b മൈനസ് a ഇൻറ്റു c മൈനസ് a, c സ്ക്വയർ മൈനസ് b സ്ക്വയർ ഒന്നിച്ചെഴുതി, a സ്ക്വയറും ക്യാൻസലായി, ca മൈനസ് ba അത് ഒന്നിച്ചെഴുതി. ഇവിടെ രണ്ട് ടേം ആണ്, ഇവിടെ രണ്ട് ടേമിലും c മൈനസ് b കോമൺ ആണ്. then we have b minus a, c minus a into c minus b into, ഇവിടെ c plus b ബാക്കിയാവും, ഇവിടെ a, that is c plus b plus a. It's equal to a plus b plus c. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ടേംസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ രണ്ട് മൈനസ് ചേഞ്ച് വരും. അപ്പോൾ വീണ്ടും പ്ലസ് ആവും, ദാറ്റ് ഈസ് b മൈനസ് a മൈനസ് b ആവും, c മൈനസ് a
സി മൈനസ് ബി എന്നുള്ളത് ബി മൈനസ് സി ആവും. സി പ്ലസ് ബി പ്ലസ് എ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഹെൻസ് വി ഹാവ് RHS. കാൽക്കുലേഷൻസ് ശ്രദ്ധിക്കുക. എലിമെൻ്ററി ഓപ്പറേഷൻ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. R2 changes to R2 minus R1 and R3 changes to R3 minus R1. Now 9th question. Determinant x square y z y square z x z square xy is equal to x minus y into y minus z into z minus x into xy plus yz plus zx. ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിവിടെ ഫസ്റ്റ് റോയെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് റോയെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് റോയെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആക്ച്വലി ആ ഓപ്പറേഷൻ R1 ചേഞ്ചസ് ടു എക്സ് R1, R2 ചേഞ്ചസ് ടു വൈ R2 ആൻഡ് R3 ചേഞ്ചസ് ടു സെഡ് R3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയെ എക്സ് കൊണ്ട് എക്സ്ട്രാ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ഫ്രാക്ഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് റോയെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ടോട്ടൽ ഡിറ്റർമിനന്റിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും സെയിം ആണ്. അതുകൊണ്ട് ഫസ്റ്റ് റോയെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് റോയെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമിലർലി സെഡ് കൊണ്ട് തേർഡ് റോയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂവിൽ വ്യത്യാസമില്ല. നൗ ദിസ് ഈക്വൽ ടു 1/xyz ഇൻറ്റു ഇവിടെ എന്തായി തേർഡ് കോളത്തിൽ സെയിം ടേം ആണ് xyz xyz xyz. therefore we can take xyz as a common factor. നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്നു xyz. ഇത് നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത xyz ആണ്. അപ്പോൾ തേർഡ് കോളം 1 1 1 എന്നായി മാറും. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു റൊട്ടേഷൻ കൊടുക്കുകയാണ്. നമ്മൾ റൊട്ടേഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ C1ഉം C2ഉം ചേഞ്ച് ചെയ്യുന്നു, C2 C3യും ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ രണ്ട് റൊട്ടേഷൻ അങ്ങോട്ട്, അതായത് ഒരു സൈക്ലിക് റൊട്ടേഷൻ കൊടുത്താൽ ഡിറ്റർമിനന്റ് വാല്യൂവിൽ ചേഞ്ച് വരില്ല. ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. C1ഉം C2ഉം C3യും C2ഉം ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇവിടെ വരും, ഇത് ഇവിടെ വരും. വീണ്ടും C2ഉം C1ഉം ചേഞ്ച് ചെയ്യുന്നു. അപ്പം ഇത് ഫസ്റ്റ് കോളമായിട്ട് വരും, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. അങ്ങനെ ആലോചിച്ചാലും മതി. കാരണം രണ്ട് ഇന്റർചേഞ്ച് വരുമ്പോൾ രണ്ട് സൈൻ ചേഞ്ച് വരും. ഇപ്പോൾ വീണ്ടും പോസിറ്റീവ് ആവും. എനിവേ ദിസ് ഡിറ്റർമിനന്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിറ്റർമിനന്റ് 1 1 1 x square y square z square x cube y cube z cube. ഇവിടെ ഞാൻ രണ്ട് എലിമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാണ്. എലിമെന്ററി ഓപ്പറേഷൻ ഈസ്, ഇത് എഴുതിയിട്ടില്ല, എലിമെന്ററി ഓപ്പറേഷൻ ഇതാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1, R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഇപ്പോൾ സെക്കൻഡ് റോയിൽ y മൈനസ് എക്സ് കോമൺ ആണ്, തേർഡ് റോയിൽ z മൈനസ് എക്സ് കോമൺ ആണ്. അത് ഔട്ട്സൈഡ് എടുത്തു. റിമൈനിങ് ഡിറ്റർമിനന്റ് ഈസ് ദിസ്. y മൈനസ് എക്സ് ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ y പ്ലസ് എക്സ്, y ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. That is this one. Similarly, third row. Now we find the determinant, that is y minus x into z minus x into, its determinant is y plus x into x z square plus zx plus x square minus z plus x into y square plus yx plus x square. Full simplify ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു പ്ലസ് എക്സ് വൈ സെഡ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് വൈ സെഡ്. ആ സിമിലർ കളേഴ്സിലുള്ളത് സെയിം ടേം വിത്ത് ഡിഫറെൻറ്റ് സൈൻ ആണ്. ഇത് ചേഞ്ച് ആയി ക്യാൻസൽ ആയി പോകും. റിമൈനിങ് ടേം ഇസ് വൈ മൈനസ് എക്സ് സെഡ് മൈനസ് എക്സ് സെഡ് മൈനസ് വൈ ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് സെഡ് എക്സ്. നിങ്ങൾക്കതൊന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഓൾറെഡി ഉള്ള ടേമാണ്. ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണോ ഈ ബാക്കിയുള്ള ടേംസ് എന്ന് ഒന്ന് നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈ മൈനസ് എക്സിന് ഒരു മൈനസ് കൊടുത്ത് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ വൈ മൈനസ് എക്സ് എക്സ് മൈനസ് വൈ ആയി.
z മൈനസ് വൈ എന്നുള്ളത് y മൈനസ് z എഴുതി. രണ്ട് മൈനസ് ചേഞ്ച് വരുന്നുണ്ട്. ടോട്ടൽ വിൽ ബി പോസിറ്റീവ്. ഇറ്റ്സ് ഈക്വൽ ടു RHS. അപ്പോൾ ഇവിടെയുള്ള ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ പ്രോബ്ലവും ഓരോ ടൈപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഓരോ എലിമെന്ററി ഓപ്പറേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എലിമെന്ററി ഓപ്പറേഷൻ മാത്രം തരികയാണ്. ആ എലിമെന്ററി ഓപ്പറേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അപ്പോൾ 10.1 ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ഓപ്പറേഷൻ C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാതെ 5x പ്ലസ് 4 ആണ്. C1 C2 C3 ഇത് മൂന്ന് ആഡ് ചെയ്താൽ 2x പ്ലസ് 2x 4x പ്ലസ് 5x പ്ലസ് 4. 5x പ്ലസ് 4 അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റും. തേർഡ് സ്റ്റെപ്പ് ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് ഇത് സിംപ്ലിഫൈ ചെയ്യുക. കാരണം ആ സമയം ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഇറ്റ്സ് മൈനർ ആ ഫോമിലായിട്ടുണ്ടാവും ഡിറ്റർമിനന്റ്. അവിടെ സിംപ്ലിഫൈ ചെയ്യും. ഇനി 10th സെക്കൻഡ് ക്വസ്റ്റ്യനും അതേ ക്വസ്റ്റ്യൻസ് ആണ്, സെയിം സ്റ്റെപ്സ് ആണ്. ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യും. 11th ക്വസ്റ്റ്യൻ ഫസ്റ്റ് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. അതായത് ഫസ്റ്റ് എലമെന്റ് എന്ത് വരും? A മൈനസ് B മൈനസ് C പ്ലസ് 2B പ്ലസ് 2C. ദാറ്റ് ഈസ് A പ്ലസ് B പ്ലസ് C വരും. അങ്ങനെ ഓരോ എലമെന്റും A പ്ലസ് B പ്ലസ് C വരും ഫസ്റ്റ് റോയിൽ. A പ്ലസ് B പ്ലസ് C ഫസ്റ്റ് റോയിൽ നിന്ന് കോമൺ ഫാക്ടറായിട്ട് ഔട്ട്സൈഡ് എടുക്കുക. എന്നിട്ട് ഈ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. 11th സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് x പ്ലസ് y പ്ലസ് 2z x y z y പ്ലസ് z പ്ലസ് 2x y z x z പ്ലസ് x പ്ലസ് 2y ഈക്വൽ ടു 2 ടൈംസ് x പ്ലസ് y പ്ലസ് z ഹോൾ ക്യൂബ്. ഇവിടെ ഡിറ്റർമിനന്റ് നോക്കിയാൽ നമുക്കറിയാം ഫസ്റ്റ് കോളം പ്ലസ് സെക്കൻഡ് കോളം പ്ലസ് തേർഡ് കോളം. ഫസ്റ്റ് കോളം ചേഞ്ചസ് ടു ഫസ്റ്റ് കോളം പ്ലസ് സെക്കൻഡ് കോളം പ്ലസ് തേർഡ് കോളം ചെയ്യുകയാണെങ്കിൽ 2x പ്ലസ് 2y പ്ലസ് 2z കിട്ടും. C1 കംപ്ലീറ്റ് 2x പ്ലസ് 2y പ്ലസ് 2z എന്ന് കിട്ടും. ഇപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ഇൻറ്റു x പ്ലസ് y പ്ലസ് z ഹോൾ ക്യൂബാണ് ഡിറ്റർമിനന്റ് വരേണ്ടത്. അപ്പോൾ അതിലൊരു ടേം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിന്ന് 2 ഇൻറ്റു x പ്ലസ് y പ്ലസ് z ഔട്ട്സൈഡ് എടുക്കുക. എന്നിട്ട് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 എന്നുള്ള ഓപ്പറേഷൻ കൊടുക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. 12th ക്വസ്റ്റ്യൻ 1x x സ്ക്വയർ 1x x സ്ക്വയർ 1 ഈക്വൽ ടു 1 മൈനസ് x ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യുന്നു. ഇവിടെ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 R1 പ്ലസ് R2 പ്ലസ് R3. അവിടെയുള്ള ഐഡിയ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ക്യൂബ് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ 1 മൈനസ് എക്സ് ക്യൂബിൻ്റെ ഫാക്ടർ 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ആ ഒരു ടേം നമുക്ക് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതൊരു ക്ലൂ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക. അപ്പോൾ R1ലെ എല്ലാ ടേമും 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ടും മാറിയിട്ടുണ്ടാവും. ആ എല്ലാ വൺസും ഫസ്റ്റ് റോ 1 1 1 എന്നായി മാറും ഈ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ഈ വൺസ് 0 ആക്കുക, ഈ 1ഉം 0 ആക്കുക. അതായത് C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 C3 ചേഞ്ചസ് ടു C3 മൈനസ് C1 ആസ് യൂഷ്വൽ. ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 1 മൈനസ് എക്സ് ടേക്ക് 1 മൈനസ് എക്സ് ആസ് കോമൺ ഫാക്ടർ ഫ്രം C1 ആൻഡ് C2. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് ദാറ്റ് 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് ക്യൂബ്. ദെൻ സിംപ്ലിഫൈ. Now 13th question. Determinant 1 plus a square minus b square 2ab minus 2b
2ab 1 minus a square plus b square 2a 2b minus 2a 1 minus a square minus b square is equal to 1 plus a square plus b square whole cube. ഇവിടെ നമ്മൾ c1 changes to c1 minus b c3 എന്ന് കൊടുക്കുന്നു. c1 changes to c1 minus b c3 b c3 എന്ന് വരുമ്പോൾ ഇതെന്താവും minus 2b square 2ab b into 1 minus a square minus b square എന്ന് വരും. ഇത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 1 plus a square minus b square plus 2b square, that is 1 plus a square plus b square എന്ന് കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ കിട്ടും, ഇവിടെയും കിട്ടും. ആ ഓപ്പറേഷൻ അതോടൊപ്പം തന്നെ c2 ചേഞ്ചസ് ടു c2 plus a c3 c2 plus a c3 കൊടുക്കുന്നു. c1 ചേഞ്ചസ് ടു c1 minus b c3 യും c2 ചേഞ്ചസ് ടു c2 plus a c3 യും അപ്ലൈ ചെയ്യാം. എന്നിട്ട് 1 plus a square plus b square as common factor from c1 and c2 c1ലും c2ലും ഇത് കോമൺ ഫാക്ടർ ആയിട്ട് വരും, അത് ഔട്ട്സൈഡ് എടുക്കുക. എന്നിട്ട് c2 changes to c2 minus c1 c3 changes to c3 minus c1 കൊടുക്കുക. ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യും. 14th question a square plus 1 ab ac ab b square plus 1 bc ca cb c square plus 1 equal to 1 plus a square plus b square plus c square. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് റോയെ എ കൊണ്ടും സെക്കൻഡ് റോയെ ബി കൊണ്ടും തേർഡ് റോയെ സി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എ ബി സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി ടേക്ക് elementary operation r1 changes to r1 plus r2 plus r3 1 plus a square plus b square plus c square becomes a common factor in r1. Take that common factor outside. Then give elementary operation c2 changes to c2 minus c1 c3 changes to c3 minus c1. Then simplify. Okay.